എനിക്കറിയാം ഏറ്റവും ആദരണീയായ എൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ, യോഗത്തിൻ്റെ അധ്യക്ഷ ശോഭാമൻ, പുസ്തക പ്രകാശനം പുസ്തക പരിചയം നൽകിയ ധന്യ ടീച്ചർ, പുസ്തകം സ്വീകരിച്ച ശ്രീ പി എസ് ഉണ്ണികൃഷ്ണൻ, ആശംസകൾ അറിയിച്ച ശ്രീ പ്രദീപ് മാരി, ശ്രീ അർജുൻ ഹഡാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തികച്ചും മനോഹരമായ ഈ സന്ധ്യയിൽ വൈകുന്നേരത്തിൽ എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എനിക്കറിയില്ല. എങ്കിലും കാലത്തിൻ്റെ വാതിൽപ്പഴുതിൽ എനിക്കിങ്ങനെയൊരു ഈ നിമിഷം സമ്മാനിച്ച ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എഴുത്തിലെത്തിയത് ഗോവിന്ദപിള്ള മലയാള അധ്യാപകനായിരുന്ന ഗോവിന്ദപിള്ള സാറായിരുന്നു. അദ്ദേഹമില്ല, മരിച്ചുപോയി. പക്ഷെ അച്ഛനായിരുന്നു എന്നെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കയ്യിൽ ധാരാളം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ഹിന്ദി അധ്യാപകനായിരുന്നെങ്കിലും ധാരാളം മലയാളം കഥകൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ കഥകൾ രാമായണത്തിലെ ആയാലും മഹാഭാരതത്തിലെ ആയാലും പഞ്ചായത്ത് കഥകളായാലും ചെറിയ ചെറിയ കഥകൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഓരോ കഥകൾ ഞാനത് കേൾക്കണമെന്ന് അച്ഛന് നിർബന്ധവുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നും മലയാളം പുസ്തകങ്ങൾ എനിക്കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ആ പുസ്തകങ്ങളിലൂടെയൊക്കെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ കവിതയുടെ ചെറിയ നാമ്പുകൾ അച്ഛൻ്റെ ഡയറിയിൽ തന്നെ ഇടം പഠിച്ചു തുടങ്ങി. അപ്പോൾ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ എഴുതുന്നതും. നന്നായി എഴുതണം എന്നൊക്കെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളിലൊന്നായിരുന്നു ഈ ഒരു ഏട് അച്ഛന് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ഏട് ഞാൻ അച്ഛന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതിനുശേഷം ശാസ്ത്ര പഠനത്തിലേക്ക് തിരിഞ്ഞു. പക്ഷേ ജീവിതത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ അനുഭവങ്ങളുടെ മഞ്ഞുതുള്ളികളായി ഡയറി കുറിപ്പുകളിൽ പ്രകാശകണങ്ങളായി പിന്നെയും പതിച്ചു തുടങ്ങി. അപ്പോഴേക്കും ചെറിയ കോളേജ് പഠനകാലത്ത് ചെറിയൊരു കവിതാ പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ജോലിയിലേക്ക് മക്കൾ അങ്ങനെ വന്നപ്പോൾ കവിതയുടെ എഴുത്തിൻ്റെയൊക്കെ കുപ്പായം എനിക്ക് പാകമല്ലാതായി തുടങ്ങി. തീരെയും എഴുത്തും വായനയും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ഏകദേശം 4-5 വർഷത്തിന് മുന്നെയാണ് ശ്രീജേട്ടൻ, ഹസ്ബൻഡിൻ്റെ കസിനാണ്, അദ്ദേഹം എനിക്കൊരു പുസ്തകം മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കും ഇതുപോലെ എഴുതി തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നതും സമകാലിക മാസികകളിലുള്ള ലേഖനങ്ങളും കഥകളും കവിതകളും ഒക്കെ എനിക്ക് സ്ഥിരമായി അയച്ചു തരാൻ തുടങ്ങി. അങ്ങനെയാണ് എല്ലാവരും എഴുത്തിൻ്റെ പൂമൊട്ടുകളെന്തോ മുകുളങ്ങളും വീണ്ടും വന്നു തുടങ്ങിയത്. അപ്പോൾ ഭാവനയും ഭാഷയും ഒക്കെ നൽകാൻ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉള്ളപ്പോൾ കാലം നമ്മളെ കൊണ്ട് എഴുതിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജീവിതം എന്താണ്? ജീവിതം നമ്മുടെ ഒരു അനുഭവങ്ങളെല്ലാം ഒരു യാത്ര പോലെയാണ്. ഓരോ ദിനങ്ങളും ഓരോ യാത്രയുടെ തുടക്കങ്ങളാണ്. ചില ദിവസങ്ങളിലെ അനുഭവങ്ങളിൽ നമുക്ക് മലയാള ഭാഷാ നിഘണ്ടുവിൽ നിന്ന് വളരെ കുറച്ച് വാക്കുകൾ കടമെടുത്തുകൊണ്ട് ദൂരേക്കൊരു തോണി യാത്ര പോകണമെന്ന് തോന്നും. ആ തോണി യാത്രയുടെ തോണിയും തോണിക്കാരനും എല്ലാം നമ്മൾ തന്നെയായിരിക്കും. എത്ര ദൂരം തുഴയുന്നുവെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ എപ്പോഴാണ് തിരിച്ചെത്തുക എന്നോ നമുക്ക് എഴുതി കഴിഞ്ഞ് മാത്രം അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു മാറ്റങ്ങളുടെ ചിഹ്നങ്ങളും ത്രികോണങ്ങളും സമചതുരവും എല്ലാം പെരുമഴയായി മാറിയിട്ടുണ്ടാകാം. പെരുമഴയുടെ കൊട്ടിക്കലാശത്തിൽ നിന്നും അന്നേരം ഏതാനും വരികളോ ഒരു കവിതയോ ഒക്കെ ഓടി വരും. വരകൾ ഈ വഴിത്താരെ വരിതെറ്റി നിന്നു എന്ന് പറഞ്ഞ പോലെ ഒരു കഥയോ കവിതയോ ഒക്കെ ജനിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറേ കവിതകളുണ്ട് ഈ വൈതരണിയിൽ തൊട്ട് കടന്നുപോയ പ്രകാശനന്ദൻ്റെ ഈ പുസ്തകത്തിൽ. ഇരുട്ട് ജനലുകളും വാതിലുകളും ഇല്ലാത്തൊരു മുറിയിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ അകപ്പെട്ടു പോകുമ്പോൾ വെളിച്ചം വരാൻ കഴിയില്ല, അതായത് ജനലുകളൊന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ വഴികളും ഇല്ലാത്തൊരവസ്ഥയിൽ കൂരിരുട്ടിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ എഴുതുന്ന കവിതകളും ഉണ്ട് ഇതിൽ. അങ്ങനെ നോക്കുമ്പോൾ 17 മാർച്ച കാലത്തിൻ്റെ ചിന്തകളിൽ
എന്താണ് ഈറും മിഴികളിൽ ആത്മാവ് തേടി അറിയുന്നവരുടെ കവിതകളും ഉണ്ട് ഇതിൽ. അങ്ങനെയാണ് അച്ഛനും പോയതിന് ശേഷം അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും പിന്നീടും കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ ഈ പുസ്തകം വൈതരണിയിൽ തൊട്ട് കടന്നുപോയ പ്രകാശം എന്ന പുസ്തകം ഇന്നിവിടെ ഈ ഒരു ഏജ് ഇവിടെ സമർപ്പിക്കുന്നത്. ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നൊന്നുമല്ല നമ്മൾ നോക്കുന്നത്, കൂടെ നമ്മുടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിനാണ് ആ യാത്രയുടെ പ്രാധാന്യം. അതുപോലെ തന്നെയാണ് എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് ഇന്നിവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യാത്ര, ഈ യാത്ര, കാവ്യ പുസ്തകത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് എനിക്ക് അത്രയേറെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ എൻ്റെ ആയാലും ഹസ്ബൻഡിൻ്റെ ആയാലും ഒക്കെ ജീവിതത്തിൻ്റെ പാലങ്ങളിൽ ഒരുപാട് കടന്നു പോകുമ്പോൾ ഞങ്ങളെ അടുത്തറിഞ്ഞ സുഹൃത്തുക്കളുണ്ട്, എന്താണ് ഹൃദയം കൊണ്ടറിഞ്ഞ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ വാക്കുകൾക്കൊന്നും പകരമാവില്ല എങ്കിലും കാലത്തിൻ്റെ വാതിൽപ്പടിയിൽ അവരെ കണ്ടുമുട്ടിയ നിമിഷങ്ങൾക്ക് നന്ദിയുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അവരെല്ലാം വൈതരണിയിൽ തൊട്ട് കടന്നുപോയ ഈ പ്രകാശ കനികകളായി തുലികയിൽ പിറന്നിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അതിനകത്ത് പഴയ സുഹൃത്തുക്കളായ കുട്ടിക്കാലത്ത് ടീച്ചർമാരുണ്ട്. ഒരുപാട് സന്തോഷം, ഹൃദയം കൊണ്ട് ഒരുപാട് അടുത്തിരിക്കുന്നവരാണ് അവരെല്ലാം. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഗ്രീൻ ബുക്സ്, ഗ്രീൻ ബുക്സ് എന്ന് പറയുന്നത് എനിക്കൊരു പബ്ലിഷേഴ്സ് മാത്രമല്ല, എന്താ സമയവും ദൂരവും ഒന്നും ഒരു ആത്മബന്ധത്തിന് തടസ്സമായില്ലെന്ന് പറയുന്ന പോലെയാണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് അത്രയേറെ ഒരു ആത്മബന്ധമാണ് ഗ്രീൻ ബുക്സ് ആയിട്ട് സുധീഷേട്ടനുമായാലും അതിൻ്റെ എഡിറ്റർ ശോഭ മാമുമായിട്ടും എനിക്കുണ്ടായിട്ടുള്ളത്. ശോഭ മാം എന്ന് പറയുന്നത് അവർ അമ്മയെപ്പോലെ കറക്ഷൻസ് വരികയും അത്രയേറെ എന്നെ സപ്പോർട്ടീവായിട്ട് ഈ പുസ്തകം ഇത്രയും പെട്ടെന്ന് ഇറക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് മെയ് 2nd വീക്കിനകം, അതായത് 9th അനിയനൊക്കെ തിരിച്ചു പോകും, അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇറക്കണം എന്നാണ്. പിന്നീട് ആണ് ഈ 1ാം തീയതി ഡേറ്റിലേക്ക് വന്നത്. അപ്പോൾ അത്രയ്ക്കും അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു കൂടെ എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു തരുന്ന ശോഭ ടീച്ചറുണ്ട്. ടീച്ചർക്ക് അത്രയേറെ ആത്മബന്ധമുണ്ട്. ഈ കുറഞ്ഞ നാളുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചറിനുമായി എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ ആദരണീയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ടീച്ചർ എത്ര തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് ഇത്രയും സമയം ചെലവഴിച്ച് പുസ്തക പ്രകാശനം നടത്തിയ ടീച്ചറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ചിതറി കിടക്കുന്ന കുറേ വാക്കുകൾ ഉള്ള പുസ്തകത്തിനെ ഉള്ള വാക്കുകളെ പരത്തി അടുക്കി ഒരു പുസ്തക സഞ്ചിയിലാക്കി അതിമനോഹരമായി പുസ്തക പരിചയം നടത്തിയതാണ് ധന്യ ടീച്ചർ. വാക്കുകൾക്ക് മേൽ അർത്ഥവും അലങ്കാരവും എല്ലാം നൽകി ഇത്ര മനോഹരമായി പുസ്തക പരിചയം നടത്തിയ ധന്യ ടീച്ചർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ പുസ്തകം സ്വീകരിച്ചത് ശ്രീ PS ഉണ്ണികൃഷ്ണനാണ്. 2025 ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ച അദ്ദേഹം എൻ്റെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം നൽകിയ പ്രോത്സാഹനങ്ങളായി പുസ്തകം രണ്ടാമത് ഇറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹം തന്നെയാണ്. വളരെ മനോഹരമായി എനിക്കത് അവതാരിക എഴുതി ടീച്ചർ എന്നാ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതെന്ന് പല പ്രാവശ്യം എന്നോട് ചോദിക്കുമായിരുന്നു. എന്താണ് അതിൻ്റെ പ്രോത്സാഹനങ്ങൾ എപ്പോഴും പെരുമഴയായി നൽകിയ അദ്ദേഹത്തിനോട് ഒരു നന്ദി പറച്ചിലില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യമില്ല എങ്കിലും ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായ ഇത്രയും നന്നായ ആശംസകൾ അറിയിച്ച ശ്രീ പ്രദീപ് മാരി, അദ്ദേഹത്തിൻ്റെ തന്നെ വെള്ളാരങ്കലികൾ തേടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. വെള്ളാരങ്കലികൾ തീരത്തിൻ്റെയും പെൺകുട്ടിയുടെയും കഥകൾ, വെള്ളാരങ്കലിൻ്റെയും കഥകൾ പറയുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. അദ്ദേഹം വളരെ വശ്യതയോടെ ഒരു പുഞ്ചിരിയിൽ തുടങ്ങി വളരെ വശ്യതയോടെ എൻ്റെ പുസ്തകത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുന ഡാട്ടും അദ്ദേഹത്തെയും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. വാക്കുകൾക്കിടയിൽ എപ്പോഴും ഒരു പാലമില്ലാതെ അത്രയ്ക്കും നമ്മുടെ മനസ്സോട് ചേർന്ന് നിൽക്കുന്ന അത്രയേറെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് ഇന്ന് ഇരിക്കുന്ന എല്ലാവരും. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രമല്ല, അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിൻ്റെ എല്ലാവരും വന്ന് ചേർന്നിട്ട് ചെറിയച്ഛനുണ്ട്, ചെറിയമ്മയുണ്ട്, എല്ലാവരും. അപ്പോൾ അത്രയും വലിയൊരു കുടുംബത്തിൻ്റെ ശക്തിയും പ്രേരണയാണ് ഇങ്ങനെ ഒരു പുസ്തകം എനിക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചത്. പിന്നെ
സഹോദരത്തിനായി ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. സുനിലേട്ടനുണ്ട്, സുനിലേട്ടൻ, പ്രവീണേട്ടൻ, പിന്നെ അതുപോലെ ഇതിനെല്ലാം സപ്പോർട്ട് തന്ന ചീനി ചേട്ടൻ, എല്ലാവരോടുള്ള നന്ദി. എല്ലാവരോടും അങ്ങനെ ഈ എല്ലാവരും തന്ന ശക്തിയും പ്രേരണയുമാണ് വൈവരണിയിൽ തൊട്ട് കടന്നുപോയ ഈ പ്രകാശം എന്ന പുസ്തകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാലത്തിൻ്റെ വാതിൽ പഴുതി ഇങ്ങനെ ഒരു അവസരം എനിക്കായി കാത്തുവെച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.